നമസ്കാരം. ശ്രീരാഗത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2026 ഏപ്രിൽ മാസത്തിലെ വിഷുഫലവുമായി ബന്ധപ്പെട്ട് ചില അത്യന്തം പ്രധാനപ്പെട്ട ജ്യോതിഷ കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലോട്ടറി ഭാഗ്യം, സാമ്പത്തിക നേട്ടങ്ങൾ, ഭാഗ്യ നമ്പറുകൾ എന്നിവയെക്കുറിച്ച്. ഈ മാസം ഗ്രഹനിലകൾ വളരെ പ്രത്യേകമാണ്. ശുക്രൻ ഉച്ചസ്ഥിതിയിലിരിക്കുകയും വ്യാഴത്തിന്റെ ശുഭദൃഷ്ടി ലഭിക്കുകയും ചെയ്യുന്നതിനാൽ ചില നക്ഷത്രക്കാർക്ക് ഗജകേസരി യോഗത്തോട് സമാനമായ ഭാഗ്യഫലങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ ഭാഗ്യനക്ഷത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. രോഹിണി, മകം, വിശാഖം, ഉത്രാടം, രേവതി. ഈ 5 നക്ഷത്രക്കാർക്ക് ഈ ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ ധനലാഭം, പ്രത്യേകിച്ച് ലോട്ടറി വഴിയുള്ള നേട്ടങ്ങൾ ലഭിക്കാൻ ശക്തമായ യോഗം കാണുന്നു. പക്ഷെ ഒരുപാട് പ്രതീക്ഷ വെച്ച് മാത്രം മുന്നോട്ടു പോകാതെ ദൈവാനുഗ്രഹവും പരിശ്രമവും ചേർന്നാൽ മാത്രമേ ഫലം പൂർണ്ണമാകൂ എന്നത് മറക്കരുത്. ഇപ്പോൾ 27 നക്ഷത്രക്കാർക്കും അനുയോജ്യമായ ഭാഗ്യ ദിവസങ്ങളും നമ്പറുകളും നോക്കാം. ആദ്യം അശ്വതി മുതൽ ആയില്യം വരെ ഉള്ളവർക്ക് ഭാഗ്യ ദിവസങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ്. ടിക്കറ്റിന്റെ അവസാന 2 അക്കങ്ങൾ 12, 28, 45 വരുന്നത് അനുകൂലമാണ്. ഇവർ ഭഗവതി സേവയും ലളിതാ സഹസ്രനാമ ജപവും നടത്തുന്നത് ഭാഗ്യം വർദ്ധിപ്പിക്കും. രണ്ടാമത്തെ വിഭാഗം മകം മുതൽ തൃക്കേട്ട വരെയുള്ളവർ. ഇവർക്ക് ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയുമാണ് ഏറ്റവും ഭാഗ്യമുള്ളത്. അവസാന അക്കങ്ങൾ 09, 36, 54 വരുന്നത് നല്ല ഫലം നൽകും. ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തുകയും ചെയ്താൽ നല്ല അനുഗ്രഹം ലഭിക്കും. മൂന്നാമത്തെ വിഭാഗം മൂലം മുതൽ രേവതി വരെയുള്ളവർ. ഇവർക്ക് ബുധനാഴ്ചയും ശനിയാഴ്ചയും പ്രധാനമാണ്. അവസാന അക്കങ്ങൾ 21, 48, 72 വരുന്നത് ഭാഗ്യം കൂട്ടും. ശനിയാഴ്ച നീരാഞ്ജനം നടത്തുകയും നവഗ്രഹ പൂജയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. ഇവയെല്ലാം നോക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഭാഗ്യം എന്നത് വെറും നമ്പറുകളോ നക്ഷത്രങ്ങളോ മാത്രം അല്ല. അത് ഈശ്വരാനുഗ്രഹം കൂടിയുണ്ടായാൽ മാത്രമേ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കൂ. അതുകൊണ്ട് പ്രാർത്ഥനയും വിശ്വാസവും ഒരിക്കലും കൈവിടരുത്. ഇപ്പോൾ ഇതിന്റെ പിന്നിലെ കുറച്ച് ആഴമുള്ള ജ്യോതിഷ സത്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഈ ഏപ്രിൽ മാസം സാധാരണ മാസം അല്ല. ഗ്രഹചലനങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ പോലും മനുഷ്യരുടെ ഭാഗ്യത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ശുക്രനും വ്യാഴവും ഒരുമിച്ച് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ പലർക്കും അപ്രതീക്ഷിതമായി അദൃഷ്ടം തുറക്കുന്ന ഘട്ടം വരാം. പക്ഷെ ഇവിടെ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. ലോട്ടറി ഭാഗ്യം എന്നത് എല്ലാവർക്കും ഒരുപോലെ പ്രവർത്തിക്കില്ല. അത് നക്ഷത്രം, ജനനജാതകം, ദശാഭുക്തി ഇതൊക്കെ എല്ലാം കൂടി നോക്കിയാണ് ഫലം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് പറഞ്ഞിരിക്കുന്ന ദിവസങ്ങളിലും നമ്പറുകളിലും ടിക്കറ്റ് എടുക്കുമ്പോൾ മനസ്സ് ശുദ്ധമായി ഒരു പ്രാർത്ഥനയോടുകൂടി എടുക്കുക എന്നത് അത്യാവശ്യമാണ്. മറ്റൊരു പ്രധാന കാര്യം, നിങ്ങൾ ടിക്കറ്റ് എടുക്കുന്ന സമയം പോലും ചിലപ്പോൾ ഫലത്തെ ബാധിക്കും. രാവിലെ സൂര്യോദയത്തിന് ശേഷമുള്ള സമയം അല്ലെങ്കിൽ സന്ധ്യാസമയത്ത് ദീപം തെളിയിച്ച ശേഷം ടിക്കറ്റ് എടുക്കുന്നത് കൂടുതൽ അനുകൂലമായി കണക്കാക്കപ്പെടുന്നു. അതുപോലെ ടിക്കറ്റ് കയ്യിൽ കിട്ടിയാൽ അതിനെ ഒരു ചെറിയ പ്രാർത്ഥനയോടെ വീട്ടിലെ പൂജാമുറിയിൽ വെക്കുക. ഇത് ഒരു വിശ്വാസം മാത്രമല്ല, നമ്മുടെ മനസ്സിനുള്ളൊരു ആത്മവിശ്വാസവുമാണ്. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റുണ്ട്. ഒരേ സമയം വളരെയധികം ടിക്കറ്റുകൾ വാങ്ങുന്നത്. ജ്യോതിഷശാസ്ത്രം പറയുന്നത് എന്തെന്നാൽ ഭാഗ്യം വന്നാൽ ഒരു ടിക്കറ്റ് മതി. വരാത്തപ്പോൾ 100 ടിക്കറ്റ് എടുത്താലും ഫലമുണ്ടാകില്ല. അതുകൊണ്ട് നിയന്ത്രണത്തോടെ വിശ്വാസത്തോടെ മുന്നോട്ടു പോകുക. ഇപ്പോൾ ചെറിയൊരു രഹസ്യം കൂടി പറയാം. ഈ മാസം വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ദീപം തെളിയിച്ച് മനസ്സിൽ ആഗ്രഹം പറഞ്ഞ് ടിക്കറ്റ് എടുക്കുന്നവർക്ക് പ്രത്യേക അനുഗ്രഹം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ ശനിയാഴ്ച ശനി ഭഗവാനോട് പ്രാർത്ഥിച്ച് നീരാഞ്ജനം നടത്തിയാൽ തടസ്സങ്ങൾ നീങ്ങും. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരിക്കലും ലാഭലോഭം മനസ്സിൽ വയ്ക്കരുത്. നമ്മൾ അർഹിക്കുന്നത് മാത്രമാണ് നമ്മളിലേക്ക് വരുന്നത്. അത് സമയമാകുമ്പോൾ തന്നെയാണ് ലഭിക്കുക. അതിനാൽ വിശ്വാസം കൈവിടരുത്. ദൈവത്തിൽ ആശ്രയം വയ്ക്കുക. ശുഭചിന്തകളോടെ മുന്നോട്ടു പോകുക. നിങ്ങളുടെ ഭാഗ്യം തുറക്കുന്ന നിമിഷം വളരെ അടുത്തായിരിക്കാം. ഇപ്പോൾ ഒരു കാര്യമാണ് ഞാൻ പ്രത്യേകം പറയേണ്ടത്.
ജ്യോതിഷത്തിൽ പറയുന്ന ഈ ഭാഗ്യയോഗങ്ങളെല്ലാം സൂചനകൾ മാത്രമാണ്. അത് യാഥാർത്ഥ്യമായി മാറാൻ നിങ്ങളുടെ ഉള്ളിലെ ഊർജവും വിശ്വാസവും അത്രയും പ്രധാനമാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരേ നക്ഷത്രക്കാരിൽ ചിലർക്ക് ഭാഗ്യം ലഭിക്കുന്നു, ചിലർക്ക് ലഭിക്കാറില്ല. അതിന്റെ കാരണം എന്താണ്? അത് നമ്മുടെ കർമ്മഫലവും മനസ്സിന്റെ ശുദ്ധിയും ദൈവവിശ്വാസവും തന്നെയാണ്. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം നിങ്ങൾ ഒരു ചെറിയ മാറ്റം ജീവിതത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കൂ. പ്രതിദിനം രാവിലെ എഴുന്നേറ്റ ഉടൻ എനിക്ക് അനുയോജ്യമായ നല്ല അവസരങ്ങൾ എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് മനസ്സിൽ 3 പ്രാവശ്യം പറഞ്ഞു നോക്കൂ. ഇതൊരു സാധാരണ വാക്കല്ല, ഇത് നിങ്ങളുടെ മനസ്സിന്റെ ശക്തിയെ ഉണർത്തുന്ന ഒരു പ്രാർത്ഥനയാണ്. അതുപോലെ വീട്ടിൽ ഓരോ വെള്ളിയാഴ്ചയും ഒരു നിലവിളക്ക് തെളിയിച്ച് ദേവിയെ സ്മരിക്കുക. ശക്തിയുള്ളവർക്ക് ഒരു ചെറിയ നേർച്ച പോലും ചെയ്യാം. ഇവിടെ മറ്റൊരു കാര്യവും ശ്രദ്ധിക്കുക, നിങ്ങൾ ടിക്കറ്റ് എടുക്കുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തകളോടെ എടുക്കരുത്. എനിക്കിത് കിട്ടുമോ എന്ന സംശയമല്ല, എനിക്ക് ലഭിക്കേണ്ടത് ഉറപ്പായും ലഭിക്കും എന്ന വിശ്വാസത്തോടെ എടുക്കുക. ഈ ചെറിയ മനോഭാവ മാറ്റം പോലും ചിലപ്പോൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കും. അതുപോലെ വീട്ടിൽ മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ പ്രധാനമാണ്. അവരുടെ ആശീർവാദം ലഭിച്ചാൽ പല തടസ്സങ്ങളും സ്വാഭാവികമായി മാറിപ്പോകും. ഒരു രഹസ്യം കൂടി പറയാം. നിങ്ങളുടെ ഭാഗ്യ ദിവസത്തിൽ നിങ്ങളുടെ പേരിന്റെ ആദ്യാക്ഷരം മനസ്സിൽ ഓർത്തുകൊണ്ട് ടിക്കറ്റ് തിരഞ്ഞെടുക്കുന്നത് ചിലർക്ക് നല്ല ഫലം നൽകിയിട്ടുള്ളതാണ്. ഇത് പല ജ്യോതിഷന്മാരും പറയുന്ന ഒരു അനുഭവസത്യമാണ്. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക, ഭാഗ്യം എന്നത് നിർബന്ധിച്ച് പിടിക്കാനാകുന്ന ഒന്നല്ല, അതിനെ ആകർഷിക്കാനാണ് നമുക്ക് കഴിയുക. അതിനായി നല്ല ചിന്തകളും ദൈവവിശ്വാസവും ശരിയായ സമയവും all 3 must come together. അതുകൊണ്ട് ഈ ഏപ്രിൽ മാസം ഒരു പുതിയ പ്രതീക്ഷയോടെ മുന്നോട്ടു പോകൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം സംഭവിക്കാൻ ഇത് തുടക്കമാകട്ടെ. ഭാഗ്യം എപ്പോഴും ദൈവാനുഗ്രഹവും മനസ്സിന്റെ ശുദ്ധിയും ചേർന്നാൽ മാത്രമേ വരൂ. പക്ഷെ നമ്മൾ ചില പ്രാക്ടിക്കൽ കാര്യങ്ങൾ പാലിച്ചാൽ ഈ അനുഗ്രഹം ജീവിതത്തിൽ പ്രതിഫലിക്കാനുള്ള സാധ്യത വളരെ ഉയരും. ഭാഗ്യ ദിവസങ്ങളിൽ മാത്രം പ്രവർത്തിക്കുക. നക്ഷത്രം അനുസരിച്ചുള്ള ഭാഗ്യ ദിവസങ്ങളിൽ തിങ്കൾ, വ്യാഴം, ചൊവ്വ, വെള്ളി, ബുധൻ, ശനി മാത്രമേ ലോട്ടറി ടിക്കറ്റ് എടുക്കുക. ഇത് ഗ്രഹദൃഷ്ടി അനുകൂലമാക്കുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം നേരിട്ട് ലഭിക്കാനുള്ള വഴിയൊരുക്കുന്നു. പ്രാർത്ഥനയും മന്ത്രജപവും. ഭഗവതി സേവ, ലളിത സഹസ്രനാമ ജപം, ഹനുമാൻ വെറ്റിലമാല സമർപ്പണം, വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം. ഈ ചെറിയ രീതികൾ പോലും നമ്മുടെ ഉള്ളിലെ ധനസമ്പാദന ശേഷി, ആത്മവിശ്വാസം, ഭാഗ്യശക്തി എന്നിവയെ ശക്തിപ്പെടുത്തുന്നു. ദീപം തെളിയൽ, ഭാഗ്യനീരാഞ്ജനം. വെള്ളിയാഴ്ച ദീപം, ശനിയാഴ്ച നീരാഞ്ജനം. ഹൃദയത്തിലെ ആഗ്രഹം ദൈവത്തിന് നേരെ പറഞ്ഞാൽ അത് നിശ്ചലമായി ഭാഗ്യത്തോടൊപ്പം പ്രവർത്തിക്കുന്നു. മുതിർന്നവരുടെ അനുഗ്രഹം. കുടുംബത്തിലെ മുതിർന്നവരുടെ അനുഗ്രഹം സ്വീകരിക്കുക. ജ്യോതിഷപ്രകാരം അനുഗ്രഹമില്ലാതെയുള്ള ശ്രമം ദുർബലമായിരിക്കും. ശുദ്ധമായ മനസ്സ്, നെഗറ്റീവ് ചിന്തകൾ, ഇരട്ട മനസ്സ്, അമിത ലോഭം എന്നിവ ഒഴിവാക്കുക. എനിക്ക് ലഭിക്കണം എന്നുറപ്പോടെ ആത്മവിശ്വാസത്തോടെ ടിക്കറ്റ് എടുക്കുക. നമ്പറുകൾക്കും ടിക്കറ്റിനും പ്രത്യേക ശ്രദ്ധ. നക്ഷത്രങ്ങൾ അനുസരിച്ച് നൽകിയ ഭാഗ്യ നമ്പറുകൾ ശ്രദ്ധിക്കുക. അവസാന 2 അക്കങ്ങൾ ടിക്കറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് നിങ്ങളുടെ ഗ്രഹദൃഷ്ടി അനുകൂലമാക്കും. ഇവയെല്ലാം ചേർന്നാൽ ഭാഗ്യം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് സ്വാഭാവികമായി പ്രതിഫലിക്കും. എന്നാൽ ഒരു കാര്യം ഓർത്തിരിക്കണം, ഭാഗ്യം ഒരു അത്ഭുതം മാത്രമല്ല, നിരന്തര ശ്രമം, വിശ്വാസം, ശുദ്ധ മനസ്സ്, ദൈവാനുഗ്രഹം ഇവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ആ വലിയ നേട്ടങ്ങൾ എത്തൂ. ലോട്ടറി ടിക്കറ്റ് എടുക്കുന്ന ദിവസം ചെറിയ കാര്യങ്ങൾ പാലിക്കുന്നത് നിങ്ങളുടെ ഭാഗ്യത്തെ ശക്തിപ്പെടുത്തും. ദൈവാനുഗ്രഹം നേരിട്ട് നിങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഇത് സഹായിക്കും. പുതിയ ശുദ്ധമായ മനസ്സ്. രാവിലെ എഴുന്നേറ്റ ഉടൻ ശുദ്ധ മനസ്സോടെ നെഗറ്റീവ് ചിന്തകൾ വിട്ട് ഭാഗ്യം എന്റെ ജീവിതത്തിലേക്ക് വരട്ടെ എന്ന് ഹൃദയത്തിൽ പറഞ്ഞു തുടങ്ങുക. മനസ്സിന്റെ ശുദ്ധി ഗ്രഹദൃഷ്ടി അനുകൂലമാക്കുന്നു. പ്രാർത്ഥനാ സമയത്ത് ദീപം തെളിയിക്കുക. ടിക്കറ്റ് എടുക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ ദീപം വെള്ളിയാഴ്ച, ശനിയാഴ്ച പൂജാമുറിയിൽ തെളിയിക്കുക. ഹൃദയത്തിൽ ആഗ്രഹം ദൈവാനുഗ്രഹത്തോടെ ചേർത്ത് പറയുക. ശുദ്ധവസ്ത്രത്തിൽ ടിക്കറ്റ് എടുക്കുക. പഴയ കേടുപോയ വസ്ത്രങ്ങൾ ഒഴിവാക്കി പുതിയ അല്ലെങ്കിൽ സുതാര്യമായ വസ്ത്രത്തിൽ ടിക്കറ്റ് കൈപ്പിടിക്കുക. ഇത് ഗ്രഹദൃഷ്ടിയെ അനുകൂലമാക്കുകയും ഭാഗ്യം ആകർഷിക്കുകയും ചെയ്യും. ഭാഗ്യ ദിവസങ്ങൾ അനുസരിക്കുക.
നിങ്ങളുടെ നക്ഷത്രത്തിന് അനുയോജ്യമായ ദിവസങ്ങൾ മാത്രം ടിക്കറ്റ് എടുക്കുക. തിങ്കൾ, വ്യാഴം, ചൊവ്വ, വെള്ളി, ബുധൻ, ശനി. അനുകൂല ദിവസങ്ങളിൽ പ്രവർത്തിക്കുന്നത് വിജയം ഉറപ്പാക്കാൻ സഹായിക്കും. അവസാന അക്കങ്ങൾ ശ്രദ്ധിക്കുക. നക്ഷത്രമനുസരിച്ചുള്ള ഭാഗ്യ നമ്പറുകളുടെ അവസാന 2 അക്കങ്ങൾ ടിക്കറ്റിൽ ഉൾപ്പെടുത്തുക. ഇത് ഗ്രഹദൃഷ്ടി അനുകൂലമാക്കും. അനുഗ്രഹം വാങ്ങുക. മുതിർന്നവരുടെ അനുഗ്രഹം ചോദിക്കുക. കുടുംബത്തിലെ ദൈവവിശ്വാസമുള്ളവരുടെ ആശീർവാദം ഭാഗ്യത്തെ വളർത്തുന്നു. ശാന്തമനസ്സ്, ക്ഷമ, പ്രതീക്ഷ. ടിക്കറ്റ് എടുക്കുമ്പോൾ ആവേശം, ലോഭം, ഡൗട്ടിംഗ് എന്നിവ ഒഴിവാക്കുക. വിശ്വാസത്തോടെ ഡിവോഷണൽ എനർജി കൊണ്ട് ഹൃദയസഹിതം മുന്നോട്ടു പോവുക. ചെറുധ്യാനം, ഭാഗ്യമന്ത്രജപം. ടിക്കറ്റ് എടുക്കുന്നതിനു മുൻപ് ഹൃദയത്തിൽ സമ്പത്ത്, ഭാഗ്യം, ദൈവാനുഗ്രഹം എന്ന 3 മൂല മന്ത്രം മനസ്സിൽ പറയുക. ഇത് ഭാഗ്യശക്തി ശക്തമാക്കുന്ന ഒരു ചെറിയ ഡിവോഷണൽ റിച്വൽ ആകും. ഈ ചെറിയ കാര്യങ്ങൾ പിന്തുടർന്ന് ലോട്ടറി ടിക്കറ്റ് എടുക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കുകയും ഭാഗ്യഫലം ലഭിക്കാനുള്ള സാധ്യതയും കൂടുതലാവുകയും ചെയ്യും.